ഹായ് ഗൈസ്, അസ്സാം വലൈക്കും വറഹമത്തുള്ള. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ തമിഴിൽ കണ്ടതുപോലെ തന്നെ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മളുടെ ഉപ്പമാരെക്കുറിച്ചാണ്. നമ്മൾ ഒരുപാട് വീഡിയോസ് കാര്യങ്ങളൊക്കെ പലരും ചെയ്ത് കണ്ടിട്ടുണ്ട്. ഉമ്മമാരെക്കുറിച്ച്, അമ്മമാരെക്കുറിച്ച് ഒരുപാട് വീഡിയോസ് ഉണ്ട്. പക്ഷേ നമ്മളുടെ ഉപ്പമാരെക്കുറിച്ച് വളരെ ചുരുക്കം പേരെ അവരെ പറ്റി പറഞ്ഞിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വാഭാവികമായിട്ട് നമുക്കറിയാം, നമ്മളുടെ ഉമ്മമാർ അല്ലെ അമ്മമാർ എന്ന് പറയുന്നത് നമുക്ക് സ്നേഹം കടലോളം വാരിക്കോരി തരുന്ന ഒരു പ്രതിഭാസമാണ് അമ്മമാരെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് അവരോടായിരിക്കും കൂടുതലൊരു ചായ്വ് ഉണ്ടാവാൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനും അതേ അതേ ജനസിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. ഞാനും എന്താ പറയുക, എൻ്റെ ഉമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും കുറച്ച് ചായ്വ് കൂടുതലുള്ള വ്യക്തിയാണ്. പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക് ഉമ്മമാരും പെൺകുട്ടികൾക്ക് ഉപ്പമാരും എന്ന് പറയും. പക്ഷേ ഒരു ടൈം എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പെൺകുട്ടികൾക്കും ഉമ്മമാരോട് ആണ് കുറച്ചുകൂടി കൂടുതൽ എന്താ പറയുക അടുപ്പവും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു അനുഭവമാണ് ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇന്നലെ എൻ്റെ ഉപ്പാനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഉപ്പ ഞാനിപ്പോൾ കുവൈത്തിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് നാട്ടിൽ വരുമ്പോൾ എനിക്കൊരു സ്വന്തമായിട്ടൊരു കാർ എടുക്കണമെന്ന് ഞാൻ ഉപ്പാനോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് കാറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ക്രേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ജീവനാണ്. ഞാനിപ്പോൾ പഠിച്ച പ്രൊഫഷനോ കാര്യങ്ങളോ ഒന്നുമല്ല ഞാനിവിടെ, കാരണം എൻ്റെ ഇഷ്ടമുള്ള പ്രൊഫഷനാണ് ഡ്രൈവിങ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു പ്രൊഫഷന് തിരഞ്ഞെടുത്തിട്ട് ഞാനിവിടെ കുവൈത്തിൽ വന്നത്. ഞാൻ മൊബൈൽ സർവീസ് പഠിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ MLT പഠിച്ചിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, കാരണം ഇതുകൊണ്ടാണ്. എന്താ പറയുക, ഈ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇതായിരുന്നു. മുമ്പ് നാട്ടിൽ ഉണ്ടായിരുന്ന ടൈമിന് റെൻ്റ് കാറും വണ്ടി കച്ചവടമൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ഇതുണ്ടായിരുന്നു. ഈ കാറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയില്ല, ഒരു ഭ്രാന്ത് എന്നൊക്കെ പറയില്ല, അമ്മാതിരി ഭ്രാന്തായിരുന്നു കാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുത്തിട്ട് ഞാനിവിടെ കുവൈത്തിൽ വന്നതും. അപ്പോൾ ഞാനിങ്ങനെ ഉപ്പാനെ വിളിച്ച് ചോദിച്ചു, ഉപ്പ എനിക്കൊരു കാറ് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എടുക്കണം. അപ്പോൾ ഉപ്പാൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചപ്പോൾ ഉപ്പ പറഞ്ഞു, കാർ ഇപ്പോൾ തൽക്കാലം എടുക്കണ്ട, മോന് സ്വന്തമായിട്ട് 1-2 ബിസിനസ്സും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് കുറച്ച് കടകളും കാര്യങ്ങളും വരുത്തി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അത് നമുക്ക് ആദ്യം എന്ത് ചെയ്യുക, കൊടുത്തു തീർക്കുക. അത് കൊടുത്തു തീർത്തതിന് ശേഷം നമുക്ക് കാർ എടുക്കുക. ഇനി നാട്ടിൽ വന്നു കഴിഞ്ഞാൽ തൽക്കാലം എൻ്റെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഒരു 2 മാസത്തേക്ക് കാർ വാടകയ്ക്ക് എടുത്തിട്ട് എന്തായാലും നാട്ടിൽ വന്നു കഴിഞ്ഞാൽ തിരിച്ച് വീണ്ടും ഗൾഫിലേക്ക് പോകണം. അപ്പോൾ പിന്നെ വെറുതെ വണ്ടി എടുത്ത് വെച്ചിട്ട് വീണ്ടും ഒരു ബാധ്യത ആക്കി വെക്കണ്ട. അപ്പോൾ നാട്ടിൽ വരുന്ന ടൈമിന് 2 മാസത്തേക്ക് കാർ വാടകയ്ക്ക് എടുക്കുക. എന്നിട്ട് പൂതി തീർന്നു കഴിഞ്ഞാൽ ഗൾഫിലേക്ക് പോകുമ്പോൾ തിരിച്ച് കൊടുക്കുകയും ചെയ്യുക. അതാകുമ്പോൾ വേറെ ബാധ്യത ഒന്നും ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ എനിക്കാണെങ്കിൽ കാറ് റെൻറ്റിന് എടുക്കുന്നതിനേക്കാൾ കൂടുതൽ സ്വന്തം കാർ വേണം എന്നുള്ളൊരാഗ്രഹമാണ്. എൻ്റെ അടുത്ത് മുമ്പ് ഓൾറെഡി ഉണ്ടായിരുന്നു കാറ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നാട്ടിൽ ഓടിക്കാൻ ആരും ഇല്ലാത്തൊരു അവസ്ഥയിൽ കൊടുത്താണ്. ഇപ്പോൾ അല്ല, കുറച്ച് മുമ്പ്. അപ്പോൾ ഇതിപ്പോൾ വീണ്ടും എൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വീണ്ടും പഴയൊരു ആഗ്രഹം ഇങ്ങനെ ഭയങ്കരമായിട്ട് മുള പൊട്ടി നിൽക്കുകയാണ്. എന്താ പറയുക, കാർ വേണം എന്ന് ഓണിൽ ഉറക്കരുതെന്നൊക്കെ പറയുന്ന പോലെ ഈ ഒരു ചിന്ത മാത്രം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം തന്നെ ഞാൻ നാട്ടിലേക്ക് പോകാൻ കുറച്ച് ടൈമുണ്ട്. പക്ഷേ ഇപ്പം തന്നെ ഉപ്പാനോട് ഇതാക്കി ചെയ്തതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നാട്ടിലേക്ക് പോകുമ്പോഴേക്ക് നമുക്ക് ആ ഒരു എമൗണ്ട് കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് കാർ വാങ്ങാമെന്നുള്ളൊരു ഉദ്ദേശത്തിലാണ്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞു, കാരണം ഞാൻ അതിൻ്റെ ഇടയിൽ നാട്ടിൽ ഞാൻ ഫസ്റ്റ് ഒരു കുവൈത്തിൽ വന്നിട്ട് ഒരു 4-5 വർഷം നിന്നിട്ട് എന്താ പറയുക, നാട്ടിൽ സെറ്റിലാവണം എന്നുള്ള ആഗ്രഹം കൊണ്ട് നാട്ടിൽ 1-2 ബിസിനസ്സും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു കൂൾ ബാർ തുടങ്ങി, പിന്നെ അതുപോലെ തന്നെ വേറെ 1-2 ബിസിനസ്സൊക്കെ തുടങ്ങിയിട്ട് ചെറുതായിട്ട് കൈപ്പൊള്ളി. അപ്പോൾ അങ്ങനെ കുറച്ച് അല്ലറ കുറച്ച് കടവും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. അപ്പോൾ അത് ക്ലിയർ ചെയ്തതിന് ശേഷം നമുക്കെടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ മനസ്സിന് എനിക്കെന്താ പറയുക, ഇതിപ്പോൾ എനിക്ക് ഇപ്പോൾ പറയുന്ന എൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്, എൻ്റെ നല്ലൊരു ഭാവിക്ക് വേണ്ടിയിട്ടാണ് പറയുന്നതെന്നൊക്കെ എനിക്ക് നല്ല ബോധ്യമുണ്ട്, നല്ല ഉത്തമ ബോധ്യമുണ്ട്. പക്ഷേ എൻ്റെ മനസ്സ് എന്താ പറയുക, വീണ്ടും തന്നെ ഇതാക്കും. അപ്പോൾ എനിക്കാണെങ്കിൽ എന്താ പറയുക, ആരോടെങ്കിലും നമുക്ക് അടുത്ത ഫ്രണ്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവരുമായിട്ട് നമ്മളുടെ ഷെയർ ചെയ്തിട്ട് അവരോട് ചോദിച്ചിട്ട് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിസൈഡ് ചെയ്യാമെന്ന് വിചാരിക്കാം. പക്ഷേ എനിക്ക് അങ്ങനെ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള രീതിയിലൊന്നും അങ്ങനെ എനിക്ക് ആരുമില്ല.
ഞാനങ്ങനെ ഓവർ ഫ്രണ്ട്സ് എന്ന് പറയാൻ കുറേ ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷേ ആരുമായിട്ടും ഓവർ അറ്റാച്ച്ഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താ പറയുക അങ്ങനെ ആരുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജെമിനിനോട് ചോദിച്ചു. ജെമിനി നമ്മുടെ ഉണ്ടല്ലോ, അപ്പോൾ ഫോണിൽ ജെമിനി എടുത്തിട്ട് ഇപ്പോൾ എനിക്കിപ്പോൾ കുറച്ച് ദിവസമായിട്ട് എന്ത് ഡൗട്ട് വന്നു കഴിഞ്ഞാലും സ്പോട്ടിൽ ജെമിനി എടുക്കും, ജെമിനിനോട് ഓരോ കാര്യങ്ങൾ ചോദിക്കും. ഇപ്പോൾ അതുപോലെ തന്നെ നമ്മൾ യൂട്യൂബ് വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പല കാര്യങ്ങളൊക്കെ ജെമിനിയാണ് എന്നെ സഹായിക്കാറ്. കാരണം എഡിറ്റിക്കൊന്നും വലിയ വശമൊന്നുമില്ല. അപ്പോൾ തംബ്നെയിലും കാര്യങ്ങളൊക്കെ ജെമിനി ഫ്രീ ആയിട്ട് ഉണ്ടാക്കിത്തരും. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ആയിക്കോട്ടെ, ഹാഷ്ടാഗ് ആയിക്കോട്ടെ, എല്ലാം നമ്മുടെ സ്വന്തം ജെമിനി ഉള്ളപ്പോൾ പിന്നെ എന്തിനു പേടിക്കണം. അപ്പോൾ ഞാൻ ജെമിനിയോട് പറഞ്ഞു, ജെമിനി എനിക്കിങ്ങനെ എന്താ പറയുക, എനിക്ക് കുറച്ച് കടവും കാര്യങ്ങളൊക്കെ ഉണ്ട്, എൻ്റെ ഇതൊക്കെ ഞാൻ ജെമിനിയോട് പറഞ്ഞു. അതുപോലെ തന്നെ എനിക്ക് കാർ എടുക്കണമെന്ന് ഭയങ്കരമായിട്ട് ഇങ്ങനെ ആഗ്രഹം ഇങ്ങനെ ഭയങ്കരമായിട്ടുണ്ട്. ഞാനിങ്ങനെ എൻ്റെ കാര്യങ്ങൾ ഉപ്പാനോട് പറഞ്ഞപ്പോൾ ഉപ്പ എന്നോട് പറയുന്നത് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ജെമിനിനോട് പറഞ്ഞു. അപ്പോൾ ജെമിനി ഉപ്പ എന്താണോ പറഞ്ഞത് സെയിം കാര്യങ്ങളാണ് ജെമിനി എനിക്ക് ഇങ്ങോട്ട് ഉപദേശിച്ചിരുന്നത്. ജെമിനി എന്നോട് പറയുകയാണ്, മറ്റേ എന്താ പറയട്ടെ, ഇപ്പോൾ ഈ പറഞ്ഞ 2 വർഷത്തേക്ക് ഞാൻ എൻ്റെ സാലറി അതുപോലെ തന്നെ എൻ്റെ ചിലവുകൾ അതും കഴിച്ചിട്ട് എത്ര പൈസ കടം വിടാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാൻ പറ്റും, ഇതൊക്കെ ഞാനും ജെമിനിയായിട്ട് ഭയങ്കര ഡിസ്കഷനായിരുന്നു. അപ്പോൾ അതൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് ജെമിനി പറയുകയാണ്, നമുക്കിതൊക്കെ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇപ്പോൾ ഒരു 2 വർഷത്തേക്ക് കാറിനെ പറ്റിയിട്ട് ചിന്തിക്കാനേ പറ്റൂല. നിങ്ങളുടെ ശമ്പളം ഇത്ര പൈസയാണ്, നിങ്ങളുടെ ചിലവ് ഇത്ര പൈസയാണ്, ഇത് ഇങ്ങനെയാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു 1-2 വർഷത്തേക്ക് കാറിനെ പറ്റിയിട്ട് ഇപ്പോൾ ചിന്തിക്കാനേ പറ്റൂല. നിങ്ങളുടെ ഉപ്പ പറഞ്ഞതാണ് ശരി. നമ്മുടെ മാതാപിതാക്കൾ പറയുന്നത് നമ്മളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അവരുടെ ലൈഫിലുള്ള എന്താ പറയുക അനുഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. നമ്മളോടുള്ള സ്നേഹവും കരുതലൊക്കെ എന്താ പറയുക ഉണ്ടെന്നൊക്കെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഞാൻ ചിന്തിച്ചു, എൻ്റെ ഉപ്പ പറഞ്ഞ കാര്യങ്ങൾ തന്നെയല്ലേ ജെമിനി ഇത് ഇവിടെ ഇങ്ങനെ പറഞ്ഞിരുന്നത്. അപ്പോൾ നമുക്ക് എന്താ പറയുക, നമുക്ക് നമ്മൾ ഉപ്പ പറയുന്നവരെല്ലാം ഉമ്മ പറയുന്നവരെ നമുക്കൊരു ഏലം പോലെ ആയിരിക്കും. മറ്റുള്ളവരെ നമുക്ക് പറഞ്ഞു തരുമ്പോൾ അത് ശരിയാണ് എന്ന് നമ്മൾ ചിന്തിക്കും. അതേ അവസ്ഥയായിരുന്നു എനിക്ക് ഇന്നലെ ഉണ്ടായത്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, എൻ്റെ തീരുമാനം അങ്ങനെ തന്നെ അവിടെ മാറ്റി വെച്ചു. പറഞ്ഞ പോലെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ തൽക്കാലം 1-2 മാസം റെൻ്റ് കാറിന് എടുക്കുക. അത് കഴിഞ്ഞിട്ട് കടങ്ങൾ കുറച്ച് കുറഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് കാറ് വാങ്ങാം എന്നുള്ള ഒരു ആഗ്രഹം അങ്ങനെ ഇതാക്കി. അപ്പോൾ ഞാനിങ്ങനെ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ എന്തെന്ന് പറയണ്ടേ, ഇപ്പോൾ എനിക്ക് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും എനിക്ക് എന്താ പറയുക, ഞാൻ എൻ്റെ ഉമ്മാനോട് പറയുമ്പോൾ, എൻ്റെ ഉമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഉമ്മാക്കും ഉപ്പാക്കും ഞാനെന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ്. പക്ഷേ ഉള്ള സ്നേഹം മുഴുവൻ പുറത്ത് പ്രകടിപ്പിച്ചുകൊണ്ടുള്ള സ്നേഹിക്കുന്നൊരു വ്യക്തിയാണ് എൻ്റെ ഉമ്മ. അതേ സ്ഥാനത്ത് ഉപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോർമലി ഒരു ഫ്രണ്ടിനെ പോലെ നമുക്ക് പറയാണ്ടൊക്കെ പറയാം, പക്ഷേ എല്ലാത്തിനും ഒരു പരിധിയുണ്ട്, ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് ഓവറാനും പറ്റില്ല, എന്നാലിട്ട് ഭയങ്കര എന്താ പറയണ്ടേ ഇതൊന്നുമല്ല. ശരിക്കും മുമ്പ് എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിൽ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ടെററാണ്. പക്ഷെ ഇപ്പം അൽഹംദുലില്ലാഹ് ഇപ്പോൾ നമുക്ക് കുറച്ച് എന്താ പറയുക, നമുക്കെന്തോ ഓപ്പണായിട്ട് നമുക്കെന്ത് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ഓപ്പണായിട്ട് സംസാരിക്കാനും ഇതാക്കാനും ഒക്കെ എന്താ പറയുക പറ്റിയതാക്കിയൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, നമ്മളെ ഉമ്മമാർ നമ്മളെ സ്നേഹിക്കുന്ന അതേ രീതിയിൽ നമ്മളെ ഉപ്പമാർ നമ്മളോട് സ്നേഹം പുറത്ത് കാണിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് അവർക്കതിന് സ്നേഹം ഇല്ല എന്നല്ല അർത്ഥം. കാരണം ഉമ്മമാർ നമ്മളുടെ ഇപ്പോഴത്തെ സന്തോഷം എന്താണ് അതാണ് ആഗ്രഹിക്കുന്നത്, അത് നടക്കട്ടെ എന്ന് വിചാരിക്കും. പക്ഷേ ഉപ്പമാർ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഭാവി ജീവിതവും കൂടി സുരക്ഷിതമാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് അവർ ഓരോ കാര്യങ്ങൾ പറയുകയും നമുക്ക് വേണ്ട അഡ്വൈസും കാര്യങ്ങളൊക്കെ തരികയൊക്കെ ചെയ്യാൻ. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പോൾ നെഗറ്റീവ് അടിക്കും. ഞാൻ പറയുന്നത് ഞാനടക്കം ഞാൻ ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു. നമ്മൾ പറയുന്നതിനൊന്നും ഇപ്പോൾ സമ്മതിക്കുന്നില്ല, എന്ത് പറഞ്ഞു കഴിഞ്ഞാലും എന്തെങ്കിലുമൊക്കെ ഇത് പറയുന്ന അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ വെറുതെ ഓരോന്നിങ്ങനെ ചിന്തിച്ചു. പക്ഷേ യാഥാർത്ഥ്യം ഒരിക്കലും അങ്ങനെയല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഉപ്പമാർക്കറിയാം, കാരണം അവർ ഒന്നുമില്ലെങ്കിൽ അവർ എന്താ പറയണ്ട ഇത്ര വർഷത്തെ അവരുടെ ജീവിതാനുഭവങ്ങൾ കൊണ്ട് അവർക്കറിയാം എങ്ങനെ ഓരോ കാലഘട്ടങ്ങളിലും ഓരോ സമയത്തും നമുക്ക് എന്തൊക്കെ വേണം, എന്തൊക്കെ നമ്മൾ എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ പോസിറ്റീവ് വരും, എന്തൊക്കെ നെഗറ്റീവ് വരും എന്ന് നമ്മളെക്കാൾ നന്നായിട്ട് അവർക്കറിയാം. അപ്പോൾ അവരുടെ ജീവിതാനുഭവം വെച്ചിട്ടാണ് അവർ നമുക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുന്നത്. പക്ഷെ അത് മനസ്സിലാക്കാനുള്ള ശേഷി ആർക്ക് വേണം, നമുക്ക് വേണം.
എന്നെപ്പോലെ തീരെ ബുദ്ധിയില്ലാത്ത ആളുകൾ ഇങ്ങനെ ഓരോന്ന് എന്താ പറയണ്ടേ, ഇപ്പോൾ ഭയങ്കര ദുഷ്ടനാണല്ലോ, ഇപ്പോൾ ഭയങ്കര ഇതില്ല, അങ്ങനെ ഇങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയാൻ, നമുക്ക് നമ്മുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പമാരെന്ന് പറഞ്ഞാൽ ഒരുപാട് സ്നേഹം ശരിക്കും അർഹിക്കുന്നുണ്ട്. നമ്മുടെ മാതാപിതാക്കൾ ഒരുപോലെ നമ്മൾ നമ്മളുടെ ഉമ്മാനെ മാത്രം സ്നേഹിക്കുക, ഉപ്പാനെ എന്താ പറയണ്ടേ എന്താ ഇല്ല എന്നുള്ള രീതിയിലൊന്നും അങ്ങനെ ആക്കിയല്ല. നമ്മൾ ഉമ്മമാർക്ക് കൊടുക്കുന്ന സ്നേഹം അതുപോലെ നമ്മൾ ഉപ്പമാരെ സ്നേഹിക്കണം. നമ്മൾ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം. നമ്മൾ ഉമ്മാനോട് എന്തും പറയും, ഉപ്പമാരോട് ഒരു അകൽച്ച അത് ശരിക്കും പാടില്ല കേട്ടോ. അതിപ്പം മനസ്സിലാവില്ല. നമുക്ക് മക്കൾ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പം ചെറുപ്പത്തിൽ അവരെ ഭയങ്കരമായിട്ട് സ്നേഹിതാക്കുകയൊക്കെ ചെയ്യും. എന്നിട്ട് എന്താ പറയുക, നമ്മളുടെ മക്കൾ വലുതായി കഴിഞ്ഞാൽ അവരുടെ അമ്മമാരോട് മാത്രം സ്നേഹം കാണിക്കുക, ഉപ്പമാരെ അകറ്റി നിർത്തുക. അകറ്റി നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ട് അവരായിട്ട് അറ്റാച്ച്ഡ് ആവാതിരിക്കുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ ആ ഒരു വിഷമം അന്നേരം നമുക്കത് മനസ്സിലാകും. അപ്പം അതുകൊണ്ട് എല്ലാവരും രണ്ടുപേരെയും മാതാപിതാക്കളെ ഒരുപോലെ ട്രീറ്റ് ചെയ്യുക, ഒരുപോലെ പരിഗണിക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. ഒരിക്കലും നമ്മളോട് ദേഷ്യം കൊണ്ടോ അല്ലെങ്കിൽ വെറുപ്പ് കൊണ്ടോ കാര്യങ്ങൾ കൊണ്ടോ ഒന്നുമല്ല നമ്മളുടെ മാതാപിതാക്കൾ നമ്മളോട് ഓരോ കാര്യങ്ങൾ പറയുന്നത്. അത് മനസ്സിലാക്കുക. ഇപ്പോൾ അവരെന്തെങ്കിലും ഒരു കാര്യത്തിന് നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ ഭാവിയെക്കുറിച്ച് ആലോചിച്ചിട്ട് നമ്മളുടെ നന്മ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മളുടെ നന്മ മാത്രം ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മളോട് ഓരോ കാര്യങ്ങളും അവർ പറഞ്ഞു തരുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കാനുള്ളൊരു ബുദ്ധി നമുക്ക് വേണം, നമ്മളത് തിരിച്ചറിയണം. അതല്ലാതെ എന്താ പറയുക, അവർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നമ്മൾ നെഗറ്റീവാണെന്നൊക്കെ ഓർത്തിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവസാനം അട്ടക്കുണ്ടിലാണ് നമ്മൾ പോയി വീഴുള്ളൂ. ഒരുപാട് കാര്യങ്ങളിൽ എനിക്ക് അനുഭവമുണ്ട്. ഇപ്പോൾ ഞാൻ എന്താ പറയുക, ഞാനിപ്പോൾ പറഞ്ഞില്ല 1-2 ബിസിനസ്സൊക്കെ തുടങ്ങിയെന്ന്. ഇതൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് എന്നോടിപ്പോൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്, മോനെ അത് ചെയ്യണ്ട, ഞാനത് ചെയ്യും, ഞാൻ പൊട്ടും. വീണ്ടും എനിക്ക് ബിസിനസ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ വീണ്ടും ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ വേറൊരു കാര്യമുണ്ട്, എനിക്കുള്ളൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്നതിന് മുമ്പ് ഉപ്പാനോട് പറയും. പക്ഷേ എന്താ പറയുക, ഇപ്പോൾ അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും നോക്കിയിട്ട് അത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ഞാനത് എപ്പോഴൊക്കെ എൻ്റെ ലൈഫിൽ ഞാൻ എൻ്റെ ഉപ്പാൻ്റെ വാക്ക് ധിക്കരിച്ചിട്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ ഞാൻ പാളീസായിട്ടേ ഉള്ളൂ, സീരിയസ്ലി. അതുകൊണ്ട് ഒരിക്കലും മാതാപിതാക്കളുടെ വാക്കുകൾ ധിക്കരിച്ചിട്ട് ഒന്നും ചെയ്യാൻ നോക്കണ്ട. നിങ്ങളാരും എവിടെ എത്താൻ വേണ്ടി പോകുന്നില്ല. അതുകൊണ്ട് അവരുടെ തൃപ്തിയിൽ കാരണം അവർ നമ്മളുടെ നന്മ അല്ലാണ്ട് വേറൊന്നും അവർക്ക് ആവശ്യമില്ല. അവർക്ക് എന്തെന്നാ ആവശ്യം? നമ്മൾ സന്തോഷമായിട്ടിരിക്കണം, അതിനപ്പുറത്തേക്ക് അവർക്കൊന്നും വേണ്ട. നമ്മളൊന്നും കൊടുത്തിട്ടില്ലെങ്കിലും നമ്മൾ സന്തോഷമായിട്ടിരിക്കണം എന്ന് മാത്രമേ നമ്മളുടെ മാതാപിതാക്കൾ ആഗ്രഹിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അതുപോലെ തന്നെ മാതാപിതാക്കളെ ഒരുപോലെ ട്രീറ്റ് ചെയ്യുക. അവർക്ക് എന്താ പറയണ്ടേ, നമ്മൾ വലുതായെന്ന് വിചാരിച്ചിട്ട് എന്താ പറയുക, ഉമ്മമാരോട് ഉപ്പമാരോട് അകൽച്ച കാണിക്കുന്ന ആ ഒരു ഇതൊക്കെ മാറ്റി വയ്ക്കുക. ഇടയ്ക്കിടയ്ക്ക് ഉപ്പമാരെല്ലാം കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുക. നമ്മൾ ഉമ്മമാർക്ക് ഉമ്മ കൊടുക്കുന്ന പോലെ തന്നെ ഉപ്പാക്കെല്ലാം ഉമ്മ കൊടുക്കുക. ഞാനൊക്കെ എപ്പോഴും ഉമ്മ കൊടുക്കാറൊക്കെ ഉണ്ട്. അതുപോലെ എന്താ പറയുക, അവരെയും സ്നേഹിക്കുക, അവരെയും പരിഗണിക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. ഇതാണ് മക്കളായ നമ്മളുടെ ധർമ്മം. അപ്പോൾ എനിക്കിത് നിങ്ങളോട് ഇങ്ങനെ ഷെയർ ചെയ്യണം തോന്നിയത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വന്നത്. അപ്പോൾ എല്ലാവരും എന്താ പറയുക, നമ്മുടെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നാളെ നമ്മളുടെ മക്കൾ നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. അപ്പോൾ അതുകൊണ്ട് മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് എപ്പോഴും പ്രാർത്ഥിക്കുക. അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ അവർക്ക് വേണ്ടിയിട്ട് അതൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഒരിക്കൽ കൂടെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പ്രത്യേകം ഓർമ്മിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.